നഗരത്തിലെ ഭ്രാന്ത പ്രദേശത്തു നിന്നും ഒരു സ്ത്രീയുടെ ഇടത് കൈ പത്തി വെട്ടിമാറ്റിയ നിലയിൽ കാണപ്പെടുന്നു. രണ്ടാഴ്ചകൾക്ക് മുന്നേ സമാനമായ സംഭവം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. രണ്ട് ഡിറ്റക്റ്റീവുകൾ ആ കൈകൾക്ക് പിറകിലെ ക്രിമിനലിനെ തേടിയിറങ്ങുമ്പോൾ ആ അന്വേഷണം ഇരുവരെയും കൊണ്ട് ചെന്നെത്തിക്കുന്നത് നഗരത്തിലെ ആകാശം മുട്ടി നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളിലായിരുന്നില്ല. പകരം പാഞ്ഞു പോകുന്ന മെട്രോ ട്രെയിനും തിരക്കുകൊണ്ട് പൊറുതിമുട്ടിയ റോഡുകൾക്കും നടുവിലെ ബേസ്മെൻ്റ് എന്ന് പറയത്തക്ക നഗരത്തിലെ സകല വേസ്റ്റും എത്തിച്ചേരുന്ന ഗാർബേജ് ഏരിയയിലാണ്. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. പൂർണ്ണമായും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ നമ്മളെ കാണിക്കുന്നത്. പ്രധാനമായും 3 കഥാപാത്രങ്ങളെയാണ് സിനിമ കാണിക്കുന്നത്. സിനിമയിൽ പ്രധാനമായും 3 കഥാപാത്രങ്ങളാണ്. ഈ 3 കഥാപാത്രങ്ങളും മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെക്കുന്നത്. സൈക്കോ കില്ലറിനെ തേടിയുള്ള പോലീസുകാരുടെ യാത്രയും അതോടൊപ്പം തന്നെ പിന്നീട് നടക്കുന്ന സംഭവങ്ങളും വയലൻസും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സിനിമയിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വേറെ ലെവലായിട്ടാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. സിനിമയുടെ പേര് ലിംബോ എന്നാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണുക.